സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഇന്നലെ ഒരു അമ്മ ഒരു സംശയം ചോദിച്ചിരുന്നു. സായുജ്യ പദവിയും നിജസായുജ്യ പദവിയും എന്നൊരു പദം ഇതിനു മുമ്പ് ഒരു ശ്ലോകത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി വിശദീകരിക്കണം. ശ്രീമദ് ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധത്തിൽ, തൃതീയ സ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ ശ്ലോകം, ഈ പുസ്തകം കയ്യിലുള്ളവർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. 13-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്, സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യ ഏകത്വം അപ്യുത. 5 തരത്തിലുള്ള മുക്തിയെ പറ്റി അവിടെ കപില ഭഗവാൻ ദേവഹൂതിയോട് പറയുന്നതായിട്ട് ശ്രീ ഭഗവാനുവാച എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നതായിട്ടാണ് ആ ഭാഗം. അപ്പൊ അതില് സാലോക്യമുക്തി എന്നത് ഒരു ദേവതയുടെ ലോകത്ത് വസിക്കുക. ലോകം വിഷ്ണു ഭക്തന്മാർക്ക് വൈകുണ്ഠം, ശിവഭക്തന്മാർക്ക് കൈലാസം, ദേവീഭക്തന്മാർക്ക് ചിന്താമണി ഗ്രഹം, ശ്രീപുരം, ഏത് വേണമെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇതാണ് സാലോക്യമുക്തി. മറ്റത് സാഷ്ടിമുക്തി. സാഷ്ടി എന്ന് പറഞ്ഞാൽ സമാനമായ ഐശ്വര്യത്തോടു കൂടി വസിക്കുക. ഐശ്വര്യം, അഷ്ട ഐശ്വര്യങ്ങൾ, അണിമ, മഹിമ, ലഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഐശ്വര്യങ്ങൾ മുഴുവനും ഭക്തന് വേണം. അത് ഭക്തൻ സാധിച്ചു കൊണ്ടുള്ള മുക്തി. ഇനി സാമീപ്യമുക്തി, ഭഗവാന്റെ സമീപത്ത് വസിക്കുക. ഭഗവാൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഭക്തന് ഭഗവാന്റെ കൂടെ ഇരിക്കുക. ഭഗവാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ പോകുക. ഇതാണ് സാമീപ്യമുക്തി. ഇനി സാരൂപ്യമുക്തി, ഭഗവാന്റെ സ്വരൂപം മുഴുവനും ആ ഭക്തന് കിട്ടണം. ഭഗവാൻ എന്തെല്ലാം സ്വരൂപമുണ്ട്, ഭഗവാന് 2 കാര്യങ്ങളുണ്ട്. ഭഗവാൻ ഒരു സ്വഭാവവുമുണ്ട്, സ്വരൂപവുമുണ്ട്. അപ്പൊ അത് സ്വഭാവത്തിൽ സ്വരൂപം അടങ്ങിയിട്ടില്ല, പക്ഷെ സ്വരൂപത്തിൽ സ്വഭാവം അടങ്ങിയിട്ടുണ്ട്. ആ 2 സ്വരൂപം എന്നതിൽ അടങ്ങിയിരിക്കുന്നു. ആ സ്വരൂപത്തോടു കൂടി വസിക്കുക എന്നതാണ് 4-ാമത്തെ മുക്തി. 5-ാമത്തെ മുക്തി എന്ന് പറയുന്നത് സായുജ്യമുക്തി. സായുജ്യം എന്ന് പറഞ്ഞാൽ ഏകത്വമുക്തി. ഭാഗവതത്തില് ഏകത്വമുക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഭഗവാനും ഭക്തനും തമ്മിൽ ലയിച്ച് ചേർന്നിട്ടുള്ളത്. ഭഗവാന്റെ ശരീരത്തിന്റെ അകത്ത് ഭക്തനിരിക്കുന്ന എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ദേവതയുടെ ശരീരം, ദേവതയ്ക്ക് ഒരു മൂർത്തി, ഒരു ശരീരം കൽപ്പിക്കുകയാണെങ്കിൽ ആ ശരീരത്തിന്റെ അകത്ത് ദേവതയുടെ ഒരു രക്തത്തിന്റെ തുള്ളിയായും മജ്ജയുടെ തുള്ളിയായും അതിന്റെ അകത്ത് വസിക്കുന്നത് സായുജ്യമുക്തി എന്ന് പറയുന്നത്. ഈ 5 തരം മുക്തികളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സായുജ്യമുക്തിക്കാണ്. ആ മുക്തിക്ക് തന്നെയാണ് ഇവിടെ ജഗദ്ഗുരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനും ആ മുക്തിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നത്തെ ശ്ലോകം, ഇത് 26-ാമത്തെ ശ്ലോകത്തിൽ സൂചിതമായ, ഇന്നത്തെ ശ്ലോകം 28, 26 സൂചിതമായ ദേവിയുടെ പാതിവൃത്യ മഹിമ തന്നെയാണ് ഈ ശ്ലോകത്തിന്റെ വിഷയം. സുധാമപ്യാസ്വാദ്യ പ്രതിഭയ ജരാമൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിധി ശതമഖാദ്യ ദിവിഷതഃ കരാളം യത് ക്ഷേളം കബളിതവത കാലകലന ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്കമഹിമ. സുധാമപ്യാസ്വാദ്യ പ്രതിഭയ ജരാമൃത്യുഹരിണീം വിപദ്യന്തേ വിശ്വേ വിധി ശതമഖാദ്യ ദിവിഷതഃ കരാളം യത് ക്ഷേളം കബളിതവതഃ കാലകലന ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്കമഹിമ. സുധാം അപി ആസ്വാദ്യ, സുധാമപ്യാസ്വാദ്യ, സുധാം അപി ആസ്വാദ്യ, സുധാമപ്യാസ്വാദ്യ. ശംഭോഹോ തത് മൂലം, ശംഭോഹോ തത് മൂലം, ശംഭോസ് തന്മൂലം, തത് മൂലം, തന്മൂലം. അന്യം നോക്കുക. വിധി ശതമഖാദ്യാഹ വിശ്വേ ദിവിഷതഃ പ്രതിഭയ ജരാമൃത്യുഹരിണീം സുധാം ആസ്വാദ്യ അപി വിപദ്യന്തേ കരാളം ക്ഷേളം കബളിതവതഃ ശംഭോഹോ കാലകലന ന യത് തന്മൂലം തവ താടങ്കമഹിമ. വിധി ശതമഖാദ്യാഹ വിശ്വേ ദിവിഷതഃ, വിധി ശതമഖാദ്യാഹ വിശ്വേ ദിവിഷതഃ പ്രതിഭയ ജരാമൃത്യുഹരിണീം, പ്രതിഭയ ജരാമൃത്യുഹരിണീം സുധാം ആസ്വാദ്യ
സുധാം ആസ്വാദ്യ അപി വിപദ്യന്തേ. കരാളം ക്ഷേളം കബലിതവതഃ. കരാളം ക്ഷേളം കബലിതവതഃ ശംഭോഃ കാലകലനാ ന. കബലിതവതഃ ശംഭോഃ കാലകലനാ ന. യത് തത് മൂലം തവ താടങ്കമഹിമാ. യത് തത് മൂലം തവ താടങ്കമഹിമാ. വിധി ശതമഖാദ്യാഹ. അല്ലയോ അമ്മേ ദേവി, വിധി ബ്രഹ്മാവ്, ശതമഖൻ 100 യാഗം ചെയ്തവൻ ദേവേന്ദ്രൻ, ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയ ശതമഖാദ്യാഹ യാഗം ചെയ്തവൻ, അതാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവേന്ദ്രനെയാണ്. ബ്രഹ്മാവ് ഇന്ദ്രൻ ആദ്യാഹ തുടങ്ങിയവര് വിശ്വേ ദിവിഷദ എല്ലാ ദേവന്മാരും, വിശ്വ എന്ന് പറഞ്ഞാൽ സകല എല്ലാ ദേവന്മാരും, ദിവിഷദ ദിവി സീതതി ഇതി ദിവിഷദ, ദേവലോകത്ത് വസിക്കുന്നതുകൊണ്ടാണ് ദിവിഷത്ത് എന്ന് പേര് വന്നിരിക്കുന്നത്. ദിവിഷദ ദേവന്മാര് പ്രതിഭയ ജരാമൃത്യുഹരിണിയും, പ്രതിഭയം എന്ന് പറഞ്ഞാൽ ഭയങ്കരങ്ങളായത് പേടിയുണ്ടാക്കുന്ന ജരാമൃത്യു ഹരിണിയും സുധ, ജരാമൃത്യു എന്നിവയെ നശിപ്പിക്കുന്ന സുധ അമൃതത്തെ ആസ്വാദ്യ അത് ഭക്ഷിച്ചിട്ട് ആസ്വദിച്ചിട്ട് കൂടി, ആസ്വാദ്യ അപി എന്നിട്ടുകൂടി, വിപദ്യന്തേ വിപത്തിൽപ്പെടുന്നു, പ്രളയകാലത്ത് നശിക്കുന്നു എന്നർത്ഥം. ബ്രഹ്മാവ് ദേവേന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവതമാരും പേടിയുണ്ടാക്കുന്ന ജരാമൃത്യു എന്നിവയെ നശിപ്പിക്കുന്ന അമൃതത്തെ പാനം ചെയ്തിട്ട് സുധാം ആസ്വാദ്യ അപി, അങ്ങനെയാണെങ്കിൽ കൂടി പ്രളയകാലത്ത് അവർ നശിച്ചു പോകുന്നു. കരാളം ക്ഷേളം കബളിതവതഃ ശംഭോഹോ കാലകലന ന. കരാളം ക്ഷേളം, കരാളം എന്ന് പറഞ്ഞാൽ അത്യുഗ്രമായ, ക്ഷേളം കാളകൂട വിഷം, ഉഗ്രമായ ആ ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ള, സർവലോക സംഹാര ശക്തിയുള്ള അത്യുഗ്രമായ കാളകൂട വിഷം, കബളിതവതഃ കബളീകരിച്ചവനായ, കബളീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, അത് കുടിച്ചവനായ ശംഭോഹോ ശംഭുവിന് കാലകലന ന, കാലകലനയില്ല, ആയുസ്സിന്റെ കാലാവധി ഇല്ല, കാലത്തെ ഗണിക്കാൻ സാധ്യമല്ല, ഭഗവാന്റെ കാലത്തെ ഗണിക്കാൻ സാധ്യമല്ല, ഭഗവാന് നാശമില്ല എന്നർത്ഥം, നാശം സംഭവിക്കുന്നില്ല. യത് എന്തുകൊണ്ടെന്നാൽ, ഈ ഭഗവാന്റെ നാശം സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ഭഗവാന്റെ ശക്തിവിശേഷമല്ല. തത് മൂലം അതിന്റെ കാരണം തവ താടങ്കമഹിമ, അല്ലയോ അമ്മേ അമ്മയുടെ കർണാഭരണങ്ങളാണ്. അമ്മ കർണത്തിൽ അണിഞ്ഞിരിക്കുന്ന 2 ആഭരണങ്ങളുടെ മഹത്വം കൊണ്ട് അമ്മയുടെ ശരീരവും ഭഗവാന്റെ ശരീരവും ഒന്ന് തന്നെയാണ്, അവിനാഭാവ സംബന്ധം, വേറെയല്ല എന്ന ആ ഒരു ഭാവന പാടില്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അമ്മയുടെ കൂടെ ഭഗവാൻ ഉള്ളത് കൊണ്ട് ആ പരമശിവന് താടങ്ക മഹത്വം ഉള്ളതുകൊണ്ട് അമ്മയുടെ താടങ്കത്തിന് ഇങ്ങനെ ഒരു ശക്തിവിശേഷമുണ്ട്. അത് ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനുമാണ്. ജ്യോതിശാസ്ത്രപ്രകാരം കാലത്തെ ഗണിക്കുന്ന, കാലവിധാനമായിരിക്കുന്ന 2 ഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും. അത് ദേവിയുടെ കഴുത്തിൽ ദേവിക്ക് സ്വന്തമാണ്. അതുകൊണ്ട് പരമശിവന് ഇത് ബാധിക്കുന്നില്ല. തത് മൂലം, ഇതിന് കാരണം എന്താണ്? നിൻ തിരുവടിയുടെ താടങ്കമഹിമ, കർണാഭരണങ്ങളുടെ മഹാത്മ്യം തന്നെയാകുന്നു. അല്ലയോ ദേവി, ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും ഭയങ്കരങ്ങളായ ജരമൃത്യു എന്നിവയെ നശിപ്പിക്കുന്ന അമൃത് കുടിച്ചിട്ടുകൂടി പ്രളയകാലത്ത് നശിക്കുന്നു. എന്നാൽ അത്യുഗ്രമായ കാളകൂടവിഷം ഭക്ഷിച്ചവനായ ശിവന് മാത്രം നാശമില്ല. അതിന് കാരണം നിൻ തിരുവടിയുടെ കർണാഭരണങ്ങളുടെ മഹാത്മ്യം തന്നെയാകും. ദേവന്മാർക്ക് ജരാനരകളും മരണവും ഇല്ല എന്നാണ് സങ്കല്പം. ഇവർക്ക് മരണമില്ല, ഇവർ ഒരേ വയസ്സിൽ ഇങ്ങനെ ജീവിക്കുന്നു എന്നാണ് സങ്കല്പം. ദുർവാസാവിന്റെ ശാപം കൊണ്ട് ഒരിക്കൽ അവരെ ജരാനരകൾ ബാധിച്ചു. അഭയം പ്രാപിച്ച ദേവന്മാർക്ക് പാലാഴി കടഞ്ഞ് അതിൽ നിന്ന് ലഭിക്കുന്ന അമൃത് സേവിച്ചാൽ ജരയും മൃത്യുവും ഒഴിഞ്ഞ് നിത്യയൗവനം തിരികെ ലഭിക്കുമെന്ന് മഹർഷി അനുഗ്രഹിച്ചു. വാസുകിയെ കയറാക്കി മന്ദരപർവ്വതത്തെ കടകോലാക്കി ദേവന്മാരും അസുരന്മാരും 2 വശത്തു നിന്ന് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും ആദ്യം ഉണ്ടായത് സർവ്വസംഹാര ശക്തിയുള്ള കാളകൂട വിഷമാണ്. ആദ്യം വിഷമാണ് പുറത്തു വന്നത്, പിന്നീടാണ് അമൃത് വന്നത്.
അതിൻ്റെ ശക്തി കൊണ്ട് ലോകം നശിച്ചു പോകാതിരിക്കാൻ പരമശിവൻ അത് സ്വയം പാനം ചെയ്തു. ആ വിഷം കഴുത്തിൽ തങ്ങി നിന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൗന്ദര്യം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഐശ്വര്യം എന്നും വിഷമെന്നും അർത്ഥമുള്ള ശ്രീ എന്ന ശബ്ദത്തോടു കൂടിയ കണ്ഠമുള്ളവൻ, അതായത് ശ്രീകണ്ഠൻ എന്ന പേരിൽ പരമശിവൻ പ്രസിദ്ധനായി. അന്ന് മുതലാണ് ശ്രീകണ്ഠനായി മാറിയത്. കഴുത്തിന്റെ നിറം കറുപ്പായതുകൊണ്ട് നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടു. നീലം എന്ന സംസ്കൃത പദമാണ്. അത് മലയാള പദത്തിലും നീലമുണ്ട്. മലയാള പദത്തിലെ നീല എന്ന വർണ്ണത്തിന്, എന്ന കളറിന് ബ്ലൂ കളർ എന്നർത്ഥം. സംസ്കൃത ഭാഷയിലെ നീല എന്ന ശബ്ദത്തിന് ഡാർക്ക്നെസ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്നാണ് അർത്ഥം. ഇവിടെ നീലകണ്ഠൻ എന്ന് പറയുമ്പോൾ ബ്ലൂ കളറിലുള്ള പരമശിവനല്ല, കറുത്ത കളറിലുള്ള പരമശിവന്റെ കഴുത്ത് എന്നർത്ഥം. നീലകണ്ഠൻ എന്ന പേരിലും അറിയപ്പെട്ടു. നീലകണ്ഠൻ എന്ന പദത്തിന്റെ പാഠാന്തരമാണ്, വേറൊരു പാഠഭേദ ശബ്ദമാണ് കാളകണ്ഠൻ എന്നത്. കാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പാണ്, ഇരുണ്ട നിറം എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രീകണ്ഠൻ, നീലകണ്ഠൻ, കാളകണ്ഠൻ, ഇത് മൂന്നും പരമശിവൻ തന്നെയാണ്. അങ്ങനെ ശിവൻ ശ്രീകണ്ഠനും നീലകണ്ഠനും കാളകണ്ഠനുമായി മാറി. പാലാഴി മഥനാവസാന സമയത്ത് ലഭിച്ച അമൃതം സേവിച്ച് ദേവന്മാർ അമരന്മാരും നിർജ്ജരന്മാരുമായി മാറി. അമരൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവൻ, നിർജ്ജരൻ ജരയില്ലാത്തവൻ. അവർ എവിടെ ഇരിക്കുന്നു? ദേവലോകത്തിരിക്കുന്നു. ദേവലോകത്ത് ഇരിക്കുന്നത് കൊണ്ട് അഥവാ വസിക്കുന്നത് കൊണ്ട് ദേവന്മാർക്ക് ദിവിഷത്തുക്കൾ എന്ന് പേരുണ്ട്. ദിവിഷതൗ ദിവിഷതഃ, തകാരാന്തം പുല്ലിംഗ ശബ്ദം. ദിവിഷതൗ ദിവിഷതഃ, ദിവിഷതഃ എന്ന് പറയുമ്പോൾ ദേവന്മാർ. സീതന്തി ദിവി സീതന്തി ഇതി ദിവിഷതഃ, ഇതാണ് എൻ്റെ വ്യുത്പത്തി. സീതന്തി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു, വസിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ ജരയെയും മൃത്യുവിനെയും നശിപ്പിക്കാൻ ശക്തിയുള്ള അമൃതം ഭക്ഷിച്ചുവെങ്കിലും ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർക്ക് പ്രളയകാലത്ത് നിലനിൽപ്പില്ല. ഇവർ അന്ന് അമൃതം ഭക്ഷിച്ചവരാണ്, എങ്കിലും ബ്രഹ്മപ്രളയം വരുന്ന സമയത്ത് ഇവർക്ക് നിലനിൽപ്പില്ല. അവർ ആ സമയത്ത് ഇല്ലാതെയാകുന്നു, നശിച്ചു പോകുന്നു. എല്ലാം നശിക്കുന്ന സമയത്ത് ദേവന്മാർക്ക് നാശമുണ്ട്. മറിച്ച് ജഗത് സംഹാര ശക്തിയുള്ള കാളകൂടവിഷമാണ് കുടിച്ചത് പരമശിവൻ. അതും കുറച്ചല്ല, വളരെ അധികം. ആ വളരെ അധികം കുടിച്ചു എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കബളിതവതഃ എന്ന പദം എഴുതിയിരിക്കുന്നത്. കബളം എന്നാൽ പൂർണ്ണമായും വായിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഗ്ലാസ് മുകളിലാക്കി കുടിക്കുന്ന സമയത്ത് വായിൽ നിറച്ച് വെള്ളം കുടിക്കാൻ പറ്റും. വായ ചുണ്ട് മുട്ടിച്ച് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ വെള്ളമാണ് ഭഗവാൻ കുടിച്ചതെന്നാണ് പറയുന്നത്. അപ്പം വിഷം കുടിച്ചത് മുകളിലേക്കാണ്. അപ്പോൾ വായു നിറച്ച് മുഴുവനുമായിട്ട് കുടിച്ചു. വളരെ കുറച്ചല്ല, മുഴുവൻ. കബളിതവതഃ, പൂർണ്ണമായും കവിളിൽ ഉൾക്കൊണ്ടുകൊണ്ട് കുടിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് കാലത്തിന്റെ കലന സംഭവിച്ചിട്ടില്ല. കലന എന്ന് പറഞ്ഞാൽ സംഖ്യ, എണ്ണുക എന്നതാണ്. ഇത് എണ്ണി നോക്കുക. കാലം എണ്ണി നോക്കാൻ സാധ്യമല്ല. മാത്രമല്ല മറ്റുള്ളവരെ മൃത്യുവിൽ നിന്നും രക്ഷിക്കുവാനുള്ള ശക്തിയും അദ്ദേഹത്തിനുണ്ട്. അതാണ് മൃത്യുഞ്ജയൻ എന്ന് പറയുന്നത്. അമൃത പാനം ചെയ്തവർ നശിക്കുകയും വിഷം പാനം ചെയ്തവൻ മൃത്യുഞ്ജയനായി മാറുകയും ചെയ്തു. മാർക്കണ്ഡേയന് ആയുസ് നീട്ടിക്കൊടുക്കുവാൻ പരമശിവന് സാധിച്ചത് ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. മൃത്യുഞ്ജയനായി മാറി. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാ അമൃതാത്. ഇതാണ് മൃത്യുഞ്ജയ മന്ത്രം ഭഗവാന്റെ. ഈ വിഷയം വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ വിഷയം വേദത്തിലുള്ളതാണ്. ദേവിയുടെ 2 സ്തനങ്ങൾ സൂര്യചന്ദ്രന്മാരാകുന്നു. 19-ാം ശ്ലോകത്തിൽ രവീന്ദു സ്തനയുഗം എന്ന് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. 2 കണ്ണുകളും സൂര്യചന്ദ്രന്മാരാകുന്നു. ദേവിയുടെ 2 കണ്ണുകളും 2 കർണാഭരണങ്ങളും സൂര്യചന്ദ്രന്മാരാകുന്നു. സൂര്യചന്ദ്രവും സ്തനവും ദേവ്യാഹ, 2 മാറിടങ്ങളും സൂര്യചന്ദ്രന്മാരാകുന്നു. തൗ ഏവ നയനേ സ്മൃതേ, അത് കണ്ണുകളും ആകുന്നു. ഉഭൗ താടങ്കയുഗളം ഇത്യേഷ വൈദികീ ശ്രുതി. വൈദികീ ശ്രുതി വേദത്തിൽ പറഞ്ഞിരിക്കുന്ന, ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകമാണ്. സൂര്യചന്ദ്രവും സ്തനവും ദേവ്യാഹ, സൂര്യനും ചന്ദ്രനും ദേവിയുടെ 2 മാറിടങ്ങളാകുന്നു. തൗ ഏവ നയനേ സ്മൃതേ, നയനേ എന്ന് പറഞ്ഞാൽ 2 കണ്ണുകൾ, 2 കണ്ണുകളും സൂര്യചന്ദ്രന്മാരാകുന്നു. ഉഭൗ താടങ്കയുഗളം, കർണാഭരണങ്ങളും ദേവിയുടെ ഈ സൂര്യചന്ദ്രന്മാർ തന്നെയാകുന്നു. അപ്പോ കാത്, കണ്ണ്, മാറിടങ്ങൾ, ഇത് 3 സൂര്യചന്ദ്ര പ്രതീകാത്മകമായിരിക്കുന്നു.
ഈ ഒരു ശ്ലോകം സൗഭാഗ്യഭാസ്കരത്തില് ലളിതാ സഹസ്രനാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കൃത വ്യാഖ്യാനമാണ് സൗഭാഗ്യഭാസ്കരം. അത് ഭാസ്കരരായർ എഴുതിയതാണ്. ആ ശ്ലോകം വ്യാഖ്യാനിക്കുന്ന സമയത്ത് താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല, ആ നാമം വ്യാഖ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹം ഇത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് കാലകലന ന ശംഭോഹോ, കലനം എന്നാൽ എണ്ണി നോക്കൽ, കലസംഖ്യാനേ എന്നാണ് ഇതിന്റെ വ്യുത്പത്തി. ശംഭുവിന്റെ കാലത്തെ കലനം ചെയ്യുവാൻ സാധ്യമല്ല, എണ്ണാൻ സാധിക്കില്ല എന്നർത്ഥം. താടങ്കായത്വമായ കാലമാണത്. താടങ്കായത്വമായ കാലമാണ് ഭഗവാന് കിട്ടിയിരിക്കുന്നത്, താടങ്കത്തിൽ നിന്നും, കർണാഭരണത്തിൽ നിന്നും. ജ്യോതിശാസ്ത്രപ്രകാരം സൂര്യനും ചന്ദ്രനും കാലത്തിന്റെ അധിപതികളാണ്. അതാണ് ചന്ദ്രമാസം, സൗരമാസം, ചന്ദ്രസംവത്സരം, സൗരസംവത്സരം ഇങ്ങനെ പറയുന്നത്. ഇവർ രണ്ടുപേരും ദേവിയുടെ കർണാഭരണത്തിൽ കൂടി ദേവിയെ വഹിക്കുന്നു. ഇത് അതുകൊണ്ട് ഭർത്താവായ പരമശിവന് നാശമില്ല എന്നർത്ഥം. ഭാര്യയുടെ ആധിപത്യമാണ് ഭർത്താവിന്റെ രക്ഷാകവചം. ദേവിയുടെ ഭർത്താവ് ആകയാലാണ് കാളകൂടത്തിനും കാലത്തിനും ശിവനെ ബാധിക്കാൻ കഴിയാത്തതെന്ന് വ്യംഗ്യമായി ഈ ശ്ലോകത്തിൽ കൂടി ആ ജഗദ്ഗുരു സൂചിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് അപകടത്തിൽ നിന്നും അപമൃത്യുവിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അപകടം ഉണ്ടാവുകയില്ല. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും വേറൊരു വാഹനം ഒന്നും മുട്ടുകയില്ല. മറ്റുള്ള ബാഹ്യമായിരിക്കുന്ന ഒരു ആപത്തോ അപകടമോ സംഭവിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളെയും സാധിക്കുവാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. 29ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. 25ാം ശ്ലോകത്തിൽ ദേവിയുടെ പാദപൂജ ത്രിമൂർത്തികളുടെ ശിരസിൽ ചെയ്യുന്ന പൂജയാണെന്ന് പറഞ്ഞു. ആ ആശയം തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ആചാര്യസ്വാമികൾ ചെയ്യുന്നത്. ത്രിമൂർത്തികളിൽ ഇവിടെ ശിവനെ ഒഴിവാക്കി പകരം ഇന്ദ്രനെയാണ് അവതരിപ്പിക്കുന്നത്. സന്ദർഭം ഇതാണ്: ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ ഇവർ ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് കിടക്കുകയാണ്. അതൊന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കുക. ഇവര് ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പാദത്തിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ ദേവതമാര് കിടക്കുന്നു. മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് പരമശിവൻ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. ദേവിയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ദേവതമാര് കാലിൽ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് ഭർത്താവിനെ സ്വാഗതം ചെയ്യുകയാണ് ദേവി. ഭർത്താവ് കയറി വരുന്ന സമയത്ത് ഭാര്യ പെട്ടെന്ന് ആ ഭർത്താവിനെ എതിരേറ്റ് സ്വാഗതം ചെയ്യും. ഇതാണ് സന്ദർഭം. അപ്പോൾ പരിജനങ്ങൾ നമസ്കരിച്ച് കിടക്കുന്ന ബ്രഹ്മാദികളുടെ കിരീടം ദേവിയുടെ പാദങ്ങളിൽ തട്ടരുത് എന്ന് കരുതി ദേവിയുടെ കൂടെ പരിജനങ്ങൾ കുറെ പേരുണ്ട്, സഖിമാരുണ്ട്. ഇവര് പറയുകയാണ് ദേവിയോട്, പെട്ടെന്ന് ഇങ്ങനെ എണിച്ചു പോകല്ലേ അമ്മേ, നമസ്കരിച്ച് കിടക്കുന്ന ബ്രഹ്മാദികളുടെ കിരീടം ദേവിയുടെ പാദങ്ങളിൽ തട്ടരുത് എന്ന് കരുതി ദേവി ഇതാ ബ്രഹ്മാവിന്റെ കിരീടം ഇവിടെ കിടക്കുന്നു, ഇതിൽ കാല് തട്ടരുത്. ഇവിടെ വിഷ്ണുവിന്റെ കാൽ തട്ടരുത്, വിഷ്ണുവിന്റെ കിരീടം ഉള്ളതുകൊണ്ട് അവിടെ കാല് തട്ടല്ലേ. ഇപ്രകാരം പരിചരങ്ങള് ദേവിയുടെ സഖിമാരോ ദേവിയുടെ ഭക്തകളോ ഇങ്ങനെ പറയുന്ന വാക്കുകൾ വിജയിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. കിരീടം വൈരിഞ്ചം പരിഹര പുര കൈഡഭഭിത കഠോരേ കൂടീരേ സ്ഖലസി ജഹി ജംഭാരി മകുടം പ്രണമ്രേഷ്വേതേഷു പ്രസഭമുപയാതസ്യ ഭവനം ഭവസ്യാഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജയത്തെ. കിരീടം വൈരിഞ്ചം പരിഹര പുര കൈഡഭഭിത കഠോരേ കോടീരേ സ്ഖലസി ജഹി ജംഭാരി മകുടം പ്രണമ്രേഷ്വേതേഷു പ്രസഭമുപയാതസ്യ ഭവനം ഭവാഭ്യുത്ഥാനേ തവ പരിജനോക്തിർവിജയത്തെ. പ്രണമ്യേഷു ഏതേഷു പ്രണമ്യേഷ്വേതേഷു പ്രസഭമുപയാതസ്യ ഭവസ്യ അഭ്യുത്ഥാനേ ഭവസ്യാഭ്യുത്ഥാനേ പരിജനോക്തി വിജയത്തെ പരിജനോക്തിർവിജയത്തെ. ഇനിയും നോക്കുക. വൈരിഞ്ചം കിരീടം പരിഹര കൈഡഭഭിത കഠോരേ കൂടീരേ സ്ഖലസി ജംഭാരിമകുടം ജഹി ഏതേഷു പ്രണമ്രേഷു പ്രസഭം ഭവനം ഉപയാതസ്യ ഭവസ്യ അഭ്യുത്ഥാനേ തവ പരിജനോക്തി വിജയത്തെ. വൈരിഞ്ചം കിരീടം പരിഹര. വൈരിഞ്ചം കിരീടം പരിഹര കൈഡഭഭിത കഠോരേ കൂടീരേ സ്ഖലസി.
ജംഭാരിമകുടം ജഹി. ഏതേഷു പ്രണമ്രേഷു പ്രസഭം ഭവനം ഉപയാതസ്യ ഭവസ്യ അഭ്യുത്ഥാനെ തവ പരിജനോക്തി വിജയതേ. ഇതാണ് ഇതിന്റെ അന്വയം. അല്ലയോ അമ്മേ ദേവി, വൈരിഞ്ചം കിരീടം പരിഹര. ബ്രഹ്മാവിന്റെ കിരീടത്തെ ഒഴിവാക്കിയാലും. അമ്മ പെട്ടെന്നിങ്ങനെ പരമശിവൻ വരുന്ന സമയത്ത്, എണീറ്റ് പോകുന്ന സമയത്ത് ഇതാ കാലിന്റെ തൊട്ട് സമീപത്താണ് ഈ ബ്രഹ്മാവിന്റെ കിരീടം. എല്ലാ ദേവതമാരും തല ശിരസ് കാൽപാദത്തിൽ വെച്ചിട്ടാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ കിരീടം എടുത്തു മാറ്റിയിട്ടില്ല. ആ കിരീടത്തോടു കൂടിയാണ് ഇവരിങ്ങനെ നമസ്കരിക്കുന്നത്. പരിഹരിച്ചാലും ഒഴിവാക്കിയാലും ഈ ബ്രഹ്മാവിന്റെ കിരീടത്തെ ഒഴിവാക്കിക്കൊണ്ട് അമ്മേ പോകൂ. കൈടഭൻ എന്ന അസുരനെ കൊന്നവൻ വിഷ്ണു. അവനെ ഭേദിച്ചവൻ, നശിപ്പിച്ചവൻ. ആ വിഷ്ണുവിന്റെ കഠോരേ കൂടിയിലേ സ്ഖലസി. കഠോരമായ കിരീടത്തിൽ ഇതാകെ കാല് ഇടറാൻ പോകുന്നു. കാല് എപ്പോ ഇവിടെ മുട്ടും. അതുകൊണ്ട് സൂക്ഷിക്കണേ അമ്മയെ. അതാണ് സങ്കല്പം. ജംഭാരിമകുടം ജഹി. ജംഭാരിമകുടം, ജംഭ എന്ന് പറഞ്ഞാൽ പാലാഴി കടഞ്ഞ സമയത്ത് കിട്ടിയ അമൃത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയ 3-4 അസുരന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ജംഭനായിരുന്നു. അപ്പോ ജംഭന്റെ അരി ദേവേന്ദ്രൻ. ആ അരിയുടെ മകുടം, കിരീടം. അപ്പൊ ദേവേന്ദ്രന്റെ കിരീടം ഇതാ അമ്മേ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. അതും പരിഹരിക്കണേ. അവിടെയും തുടരേ. ജഹി പരിത്യജിച്ചാലും. ഏതേഷു പ്രണമ്രേഷു പ്രസഭം ഭവനം ഉപയാതസ്യ. ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ ഇവരെല്ലാവരും നമസ്കരിച്ചു കൊണ്ടിരിക്കവേ. ഏതേഷു പ്രണമ്രേഷു, പ്രണമ്രേഷു പ്രകർഷേണ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസഭം ഭവനം ഉപയാതസ്യ. പ്രസഭം പെട്ടെന്ന് ഭവനം ഉപയാതസ്യ വീട്ടിലേക്ക് കയറി വന്ന ഭവസ്യ പരമശിവന്റെ അഭ്യുത്ഥാനെ എഴുന്നേൽക്കുക. ആ ഭർത്താവിനെ കണ്ട സമയത്ത് ദേവി ഉത്ഥാനം ചെയ്യണം, എണീക്കുക. അഭിമുഖമായി കാണുന്ന സമയത്ത് എണീക്കുക. അതാണ് അഭ്യുത്ഥാനം. ഒരു വ്യക്തി നമ്മുടെ നേരെ കാണുന്ന സമയത്ത് നമ്മൾ എണീക്കുന്നതിനാണ് അഭ്യുത്ഥാനം എന്ന് പറയുന്നത്. അഭ്യുത്ഥാനം എന്ന് ആ പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. അഭ്യുത്ഥാനം അധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഭഗവത്ഗീതയിൽ ഈ പദമുണ്ട്. അത് ആ ചില സന്ദർഭങ്ങളിൽ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. ഇവിടത്തെ അർത്ഥം നേരിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയെ ആദരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. അതാണ് അഭ്യുത്ഥാനെ. തവ പരിജനോക്തി വിജയത്തെ. നിൻ തിരുവടിയുടെ പരിജനങ്ങളുടെ വാക്കുകൾ വിജയിക്കുന്നു. പരിജനങ്ങള്, സഹായികള്, സഖിമാര് എല്ലാവരും പറയുകയാണ്, അമ്മയെ സൂക്ഷിക്കണേ. അമ്മയുടെ കാല് വളരെ മൃദുലമായ കാലുകളാണ് അമ്മയ്ക്കുള്ളത്. ആ കാലിൽ ഈ കിരീടങ്ങൾ സ്വർണം പതിച്ചവയാണ്. അപ്പൊ സ്വർണം കൊണ്ട് പല ആകൃതിയിലാണ് കിരീടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സ്വർണമാകുന്ന ലോഹത്തിൽ മുട്ടി അമ്മയുടെ സുന്ദരമായ കാലുകൾക്ക് യാതൊന്നും പറ്റല്ലേ എന്ന് വളരെ വിഷമത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പരിജനങ്ങൾ ഇത് പറയുന്നത്. ഈ പരിജനങ്ങളുടെ ഉക്തി വിജയിക്കട്ടെ. അല്ലയോ അമ്മേ, ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ എന്നിവർ നമസ്കരിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് പരമേശ്വരൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള നിൻ തിരുവടിയുടെ അഭ്യുത്ഥാനത്തിൽ ഇരിക്കുകയായിരുന്ന ദേവി എഴുന്നേൽക്കുമ്പോൾ ബ്രഹ്മാവിന്റെ കിരീടത്തെ ഒഴിവാക്കിയാലും വിഷ്ണുവിന്റെ കഠോരമായ കിരീടത്തിൽ ഇതാ നിൻ തിരുവടിയുടെ കാലിടറുന്നു, ദേവ സ്പർശിക്കാൻ പോകുന്നു, അത് സൂക്ഷിക്കണേ. ദേവേന്ദ്രന്റെ കിരീടം ഒഴിവാക്കിയാലും എന്നിപ്രകാരമുള്ള അമ്മയുടെ പരിജനങ്ങളുടെ വാക്കുകൾ വിജയിച്ചരുളുന്നു. അല്പം ഒരു നാടകീയമായ ഒരു സംഭവമാണ് ഈ ശ്ലോകം. അങ്ങനെയാണത് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ ഘടന അങ്ങനെയാണ് ജഗദ്ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. ഭാരതീയ സങ്കല്പങ്ങളിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ആരാധ്യനാണ്. ഇവിടെ ഭാര്യ ആരാണ്? ലോകജനനിയായ ത്രിപുരസുന്ദരി. ഭർത്താവ് ആരാണ്? തന്റെ തമോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ചവനാണ് സ്വന്തം ഭർത്താവ്. ഭർത്താവിന് തുല്യരായ മറ്റു ദേവതമാരാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ഇതൊക്കെ ശിവന് തുല്യരാണ് ഇവര്. ആ സന്ദർഭത്തിലാണെങ്കിൽ കൂടി സർവലോകാധിപത്യം സൂചിപ്പിക്കുന്ന സിംഹാസനത്തിൽ
രാജരാജേശ്വരിയായി ഇരുന്ന് അരുളുന്ന ദേവി ഭർത്താവിന്റെ ദർശനമാത്രയിൽ ബഹുമാനപൂർവ്വം എഴുന്നേൽക്കുന്നു. ശക്തി കൂടുതൽ ദേവിക്കാണ്, എന്നാലും ഭർത്താവിനെ ബഹുമാനിക്കണമെന്ന സന്ദേശം ദേവി നമുക്ക് തരികയാണ്. ഭർത്താവ് ഗുണങ്ങൾ കുറഞ്ഞവരായിരിക്കാം, പക്ഷെ എന്നാലും അവരെ ബഹുമാനിച്ചു കൊള്ളണം. സിംഹാസനത്തിൽ ഇരുന്ന് അരുളുന്ന ദേവി ഭർത്താവിനെ കണ്ട സമയത്ത് അപ്പോൾ തന്നെ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് എതിരേൽക്കുന്നു. ചുറ്റുള്ള ദേവാദികളെ വിസ്മരിച്ചിട്ട് ഭർത്താവിനെ സ്വീകരിക്കുവാൻ ഏതാനും അടി മുന്നോട്ട് വരികയും ചെയ്തു. നമസ്കരിച്ചു കിടക്കുന്ന ബ്രഹ്മാദികൾ മഹേശ്വരൻ കടന്നു വന്നതും ദേവി എഴുന്നേൽക്കുന്നതും അറിയുന്ന പോലുമില്ല. ഇവരിങ്ങനെ ദേവി രക്ഷിക്കണേ എന്നുള്ള ഇതിങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാല് പിടിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ രത്നങ്ങൾ പതിച്ച ആ കിരീടത്തിൽ തട്ടി ദേവിയുടെ കാലിൽ ഇടറുമോ? ദേവിക്ക് വേദന എടുക്കുമോ? പൂക്കളേക്കാൾ മൃദുലമായ കാലുകളാണ് ദേവിയുടെ കാലുകൾ. ഒരു ചെറിയ കുട്ടിയുടെ കവിൾ ഭാഗം സുന്ദരമായിരിക്കും, അതുപോലെ അത്ര മൃദുലമാണ് ദേവിയുടെ കാൽ. വെളുത്ത് സുന്ദരമായ ആ കാലുകൾക്ക് വല്ല ക്ഷതവും സംഭവിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പരിജനങ്ങൾ പരിഭ്രാന്തരാകുന്നു. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ദേവി എന്ന് അവർ ദേവിക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ഇത് അഭിനയിച്ചു കാണിക്കേണ്ട ഒരു ശ്ലോകമാണ്. ഇവിടെ സ്വാമികളുടെ ദൃശ്യകാവ്യത്തിന്റെ പല കാവ്യങ്ങളും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ശ്രവ്യകാവ്യം, ദൃശ്യകാവ്യം, ഗദ്യകാവ്യം, പദ്യകാവ്യം. കാളിദാസൻ കാവ്യവും ദൃശ്യകാവ്യവും എഴുതിയിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ എഴുതിയിരിക്കുന്ന ദൃശ്യകാവ്യമാണ്. അത് നാടകീയമായിരിക്കുന്ന ആ ശാകുന്തളം എന്നത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാവ്യമാണ്. ആ കാവ്യം എഴുതുവാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് സമർത്ഥിക്കുന്ന ആ കവി എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ശ്ലോകം. ഇത് ദേവിയുടെ മാഹാത്മ്യം നമ്മളെ അറിയിക്കുകയാണ്. താൻ എല്ലാവർക്കും അമ്മയാണെങ്കിലും ഇവിടെ ദേവിയുടെ പാതിവൃത്യ ധർമ്മം വെളിപ്പെടുത്തുന്നു. ഭർത്താവ് വരുമ്പോൾ വിനയപൂർവ്വം ദേവി എഴുന്നേൽക്കുന്നു. ഈ ശ്ലോകത്തിൽ കൂടി ഒരു ഗൃഹസ്ഥയുടെ ഗൃഹിണീധർമ്മം വ്യക്തമാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിന്റെ ഫലശ്രുതി വന്യമൃഗങ്ങൾ ഇണങ്ങുന്നു, ദുഷ്ടന്മാരെയും മൂർഖന്മാരെയും സജ്ജനങ്ങളാക്കി മാറ്റി നേർവഴി നയിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നു. ഗർഭിണിക്ക് സുഖപ്രസവം ഉണ്ടാകുന്നു. ഗർഭിണിയുടെ സുഖപ്രസവത്തെ പറ്റി പറയുമ്പോൾ ഞാനിത് ഒരു സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തിട്ട് വളരെ അനുഭവം കിട്ടിയതാണ്. നോർമൽ ഡെലിവറി ആയിട്ട് ആ സ്ത്രീ പ്രസവിക്കുകയും ചെയ്തു. യാതൊരു വേദനയും അവരറിഞ്ഞില്ല. ആ ലേബർ റൂമിലേക്ക് കയറി പോകുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടിയ മുഖത്തോടുകൂടിയാണ് അവർ കയറിപ്പോയത്. ഈ സംഭവം ഇവരുടെ സഹോദരി എന്നോട് പിന്നീട് പറയുകയുണ്ടായി. ഒരു റിസപ്ഷന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് എന്തുമാത്രം ആ സന്തോഷത്തോടു കൂടിയാണ്, നല്ല ഭക്ഷണം കഴിക്കാം എന്ന സന്തോഷത്തോടെ നമ്മൾ പോകുന്ന, പ്രതീക്ഷയോടുകൂടി പോകുന്ന ഒരു മുഖഭാവമാണ് ഈ കുട്ടിക്കുണ്ടായിരുന്നത്, ഈ ഗർഭിണിക്കുണ്ടായിരുന്നത്. നോർമൽ ഡെലിവറി സംഭവിച്ചത് ഈ സ്ത്രീ അറിഞ്ഞു പോലുമില്ല. അത്ര അനുഭവമുള്ള ഒരു ശ്ലോകമാണ് ഇത്. പ്രഗ്നൻസി പോസിറ്റീവ് ആയവർ ഇത് നിത്യവും ജപിച്ചുകൊണ്ടിരിക്കുക. സിസേറിയൻ സംഭവിക്കാൻ സാധ്യതയില്ല, വേദന അനുഭവിക്കാനുള്ള സാധ്യതയുമില്ല. അടുത്തത് 30ാമത്തെ ശ്ലോകം. അഭേദഭാവനയോടുകൂടി ദേവിയെ ധ്യാനിക്കുന്ന ഉപാസകൻ ദേവി തന്നെ ആയിരിക്കുന്നു, ദേവി തന്നെ ആയിത്തീരുന്നു. അതാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. സ്വദേഹോദ്ഭൂതാഭിർ ഘൃണിഭിരണിമാദ്യാഭിരഭിതോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഃ കിമാശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധിം ത്രിണയതോ മഹാസംവർത്താഗ്നിർ വിരചയതി നീരാജനവിധിം. സ്വദേഹോദ്ഭൂതാഭിർ ഘൃണിഭിരണിമാദ്യാഭിരഭിതോ നിഷേവ്യേ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതി യഃ കിമാശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധിം ത്രിണയതോ മഹാസംവർത്താഗ്നിർ വിരചയതി നീരാജനവിധിം. സ്വദേഹോദ്ഭൂതാഭിഃ ഘൃണിഭിഃ, സ്വദേഹോദ്ഭൂതാഭിർ ഘൃണിഭിഃ, ഘൃണിഭിഃ അണിമാദ്യാഭിഃ, ഘൃണിഭിരണിമാദ്യാഭിഃ, അണിമാദ്യാഭിഃ അഭിതഃ, അണിമാദ്യാഭിരഭിതഃ. ത്വാം അഹം ഇതി ത്വാമഹമിതി, അഹം ഇതി അഹമിതി, ത്വാം അഹം ത്വാമഹം, ത്വാം അഹം ഇതി ത്വാമഹമിതി. മഹാസംവർത്താഗ്നിഃ വിരചയതി, മഹാസംവർത്താഗ്നിർ വിരചയതി, അഗ്നിർ വിരചയതി, അഗ്നിഃ വിരചയതി. അനിയോ നോക്കുക. ഹേ നിത്യേ,
സ്വദേഹോദ്ഭൂതാഭിः കൃണ്ണിഭിः അണിമാദ്യാഭിः അഭിതഃ നിഷേവ്യ ത്വാം യഹ അഹമിതി സദാ ഭാവയതി ത്രിനയന സമൃദ്ധിം ത്രിണയതഃ തസ്യ മഹാസമർത്ഥാഗ്നി നീരാജനവിധിം വിരചയതി കിം ആശ്ചര്യം. ഹേ നിത്യേ സ്വദേഹോദ്ഭൂതാഭിः, ഹേ നിത്യേ സ്വദേഹോദ്ഭൂതാഭിः കൃണിഭിः, സ്വദേഹോദ്ഭൂതാഭിः കൃണിഭിः അണിമാദ്യാഭിः അഭിതഃ, അണിമാദ്യാഭിः അഭിതഃ നിഷേവ്യ ത്വാം യഹ അഹം ഇതി, ത്വാം യഹ അഹം ഇതി സദാ ഭാവയതി, ത്വാം യഹ അഹം ഇതി സദാ ഭാവയതി ത്രിനയന സമൃദ്ധിം ത്രിണയതഃ, ത്രിനയന സമൃദ്ധിം ത്രിനയതഃ തസ്യ മഹാസംവർത്താഗ്നി, തസ്യ മഹാസംവർത്താഗ്നി നീരാജനവിധിം വിരചയതി. ത്രിനയന സമൃദ്ധിം ത്രിണയതഃ തസ്യ മഹാസംവർത്താഗ്നി നീരാജനവിധിം വിരചയതി. കിം ആശ്ചര്യം, കിം ആശ്ചര്യം. അല്ലയോ നിത്യയായ ദേവി, ഈ ദേവിയുടെ പേരാണ് നിത്യ. ദേഹോദ്ഭൂതാഭിഹി, തന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച കൃണിഭിഹി, കിരണങ്ങളായ രശ്മികളായ അണിമാദ്യാഭിഹി അഭിതഃ നിഷേവ്യ, അണിമാദി ആവരണ ദേവതകൾ, അണിമ മഹിമ ലഹിമ ഇങ്ങനെയുള്ള ആവരണ ദേവതകൾ, ദേവിയെ ആവരണം ചെയ്തിരിക്കുന്ന ദേവതമാര് ചുറ്റും, ദേവിക്ക് ചുറ്റും നിൽക്കുന്നു. നിഷേവ്യ, സേവിക്കപ്പെടുന്നവളെ, ത്വാം യഹ അഹം ഇതി സദാ ഭാവയതി, നിൻ തിരുവടിയെ, ത്വം എന്ന് പറഞ്ഞാൽ അമ്മയെ, ദേവിയെ, യഹ ഏതൊരുവൻ, അഹം ഇതി സദാ ഭാവയതി ഞാൻ തന്നെയാണ് എന്ന് എപ്പോഴും ഭാവന ചെയ്യുന്നു. നിൻ തിരുവടിയായ അമ്മ ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്ന് ഉപാസകൻ എപ്പോഴും ധ്യാനം ചെയ്തു കൊള്ളണം. രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന ഭാവന എപ്പോഴും സാധനം ഉണ്ടായിരിക്കണം. ഇത് ഈ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. യഹ ഏതൊരുവൻ അഹം ഇതി സദാ ഭാവയതി, ദേവി ഞാൻ തന്നെയാണ് എന്ന് എപ്പോഴും ഭാവന ചെയ്യുന്നുവോ, ത്രിനയന സമൃദ്ധിം ത്രിണയതഃ, ആ ഉപാസകൻ, സാധകൻ മൂന്ന് കണ്ണുള്ളവന്റെ ഐശ്വര്യത്തെ, പരമശിവന്റെ ഐശ്വര്യത്തെ ത്രിണയതഃ തൃണീകരിക്കുന്നു, തൃണവത്കരിക്കുന്നു, പുല്ലുപോലെ വിലയില്ലാത്തതാക്കി തീർക്കുന്നു. തസ്യ മഹാസംവർത്താഗ്നി നീരാജനവിധിം വിരചയതി, അങ്ങനെയുള്ള ഉപാസകനെ മഹാസംവർത്താഗ്നി, പ്രളയാഗ്നി, ബ്രഹ്മപ്രളയാഗ്നി, അവസാനം എല്ലാം നശിക്കുന്ന പ്രളയാഗ്നി നീരാജനവിധിയെ ചെയ്യുന്നു. നീരാജനവിധി എന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദമാണ് ആചാര്യസ്വാമികൾ. ഇതിനു മുമ്പും നീരാജനവിധി എന്നൊരു പദം വന്നിട്ടുണ്ട്. നീരാജനം എന്ന് പറഞ്ഞാൽ പൂജയുടെ അവസാന ഭാഗത്ത് ദീപാരാധന കാണിക്കുന്നു, അതാണ് നീരാജനവിധി. അത് പ്രളയാഗ്നി ഈ ഉപാസകനെ നീരാജനവിധി ചെയ്യുന്നു, ദീപാരാധന ചെയ്ത് ബഹുമാനിക്കുന്നു. ആ പരമശിവന്റെ മഹത്വത്തെ തൃണവത്കരിച്ചുകൊണ്ട് ഉപാസകന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഇതിൽ എന്ത് ആശ്ചര്യമാണുള്ളത്? ഇത് വലിയൊരു ആശ്ചര്യം തന്നെയാണ്. അതാണ് എന്ത് ആശ്ചര്യമാണുള്ളത് ഈ വിഷയത്തിൽ. നിത്യയായ അല്ലയോ ദേവി, സ്വശരീരത്തിൽ നിന്നും ഉത്ഭൂതങ്ങളായ കിരണങ്ങളായ അണിമ തുടങ്ങിയ ആവരണ ദേവതകളാൽ സേവിക്കപ്പെടുന്ന നിൻ തിരുവടിയെ ഏതൊരുവൻ ദേവി ഞാൻ തന്നെ, ദേവി ഞാൻ തന്നെ എന്ന് എല്ലായ്പ്പോഴും ഭാവന ചെയ്യുന്നുവോ, മൂന്ന് കണ്ണുള്ള ശിവന്റെ ഐശ്വര്യത്തെ തൃണീകരിക്കുന്ന അവന് പ്രളയാഗ്നി നീരാജനവിധിയെ അനുഷ്ഠിക്കുന്നു. ഇതിൽ ആശ്ചര്യപ്പെടുവാൻ എന്താണുള്ളത്? അമ്മയുടെ അനുഗ്രഹം തന്നെ. ശ്രീചക്ര സ്വരൂപിണിയായ ദേവി ചുറ്റും, ആ ദേവിക്ക് ചുറ്റും അണിമാതി 10 പേരുകളിൽ അറിയപ്പെടുന്ന സിദ്ധിദേവതകളും നിത്യകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തിഥിദേവതമാരും മുദ്രാദേവതമാരും 9 ആവരണങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ശക്തിദേവതമാരും ദേവിയെ സേവിച്ചു നിൽക്കുന്നവരാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇവര് ദേവിയുടെ ദേഹത്തിൽ നിന്നും പ്രസരിക്കുന്ന കിരണങ്ങളാണിത്. ഇത് ദേവിയുടെ ശരീരത്തിൽ നിന്ന് പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന രശ്മികളാണ്. ഈ കിരണങ്ങളോടൊപ്പം നിത്യയായ അല്ലയോ ദേവി, നിത്യ ദേവതകൾ എന്ന് ഈ ചുറ്റും നിൽക്കുന്ന ദേവതമാരുടെ പേരുണ്ട്. ഈ ദേവിയുടെ പേരും നിത്യ. ഇങ്ങനെ പല പേരുകളിലാണ് ദേവി അറിയപ്പെടുന്നത്. ഇവിടെ നിത്യയായിരിക്കുന്ന ദേവി,
അവിടുന്ന് ഞാൻ തന്നെയാണ് എന്നൊരു സാധകൻ ഭാവന ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സാധകൻ നിൻ തിരുവടിയിൽ നിന്നും ഭിന്നനല്ലാത്ത പരമശിവന്റെ സമൃദ്ധിയെ തൃണവത്കരിക്കുന്നു. പരമശിവൻ നിന്റെ തന്നെ അംശമാണ്. അതും തൃണവത്കരിച്ചുകൊണ്ട് ഈ സാധകൻ പ്രാധാന്യം വരുന്നു എന്ന് പറഞ്ഞാൽ ആ ദേവിഭാസകൻ പരമശിവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു. ഇനി ഇതിൽ പരം എന്താണ് ശങ്കരാചാര്യർ പറയാനുള്ളത്? ആ പരമശിവനേക്കാൾ ശ്രേഷ്ഠത ഞാൻ ദേവിയാണ്, ഞാൻ ദേവിയാണ്, ദേവി ഞാനാണ്, ഇങ്ങനെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഉപാസകൻ സ്വന്തം ഭർത്താവിനേക്കാൾ ബഹുമാന്യനാണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും, അതായത് ദേവൻ, അസുരൻ, മനുഷ്യൻ തുടങ്ങി എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളെയും മഹാപ്രളയാഗ്നി നശിപ്പിക്കുന്നു. ആ സമയത്ത് കാലകലന ഇല്ലാത്തതായി ഒന്നേയുള്ളൂ, അതാണ് പരാശക്തി. ആ ശക്തിയോട് അവിനാഭാവ സംബന്ധം ഉള്ളതുകൊണ്ട് ശിവനും കാലാതീതനാകുന്നു. കാളകുടവിഷം പാനം ചെയ്തിട്ടും കാലകലന ഇല്ലാത്ത പരമശിവൻ മൃത്യുഞ്ജയനായി മാറി. 28ാമത്തെ ശ്ലോകം. കാലകലന ന ശംഭോഹോ തമ ജനനി തടംഗമഹിമ. ദേവിയുടെ കർണാഭരണ മഹത്വം കൊണ്ട് ശിവന് കാലകലന സംഭവിക്കുന്നില്ല. അതുപോലെ പരാശക്തിയോട് അവിനാഭാവ സംബന്ധമുള്ളത് കൊണ്ട് സാധകനും കാലകലന സംഭവിക്കുന്നില്ല. കാലകലനയ്ക്ക് കീഴ്പ്പെടാത്ത സാധകന്റെ മഹത്വം എന്താണ്? ഒരു പൂജയുടെ അവസാന ഭാഗത്ത് ദേവതയുടെ മുമ്പിൽ സാധകനായ പുരോഹിതൻ ദേവതയെ ദീപാരാധന ചെയ്യാറുള്ളത് പോലെ പ്രളയാഗ്നിയാകുന്ന പുരോഹിതൻ നീരാജന വിധിയാകുന്ന ആ ദീപാരാധന ചെയ്തുകൊണ്ട് സാധകനായ ദേവതയെ ബഹുമാനിക്കുന്നു എന്നർത്ഥം. പ്രളയാഗ്നി എന്ന് പറയുന്നത് പുരോഹിതനാണ്. ആ പുരോഹിതൻ പ്രളയാഗ്നി കൊണ്ടാണ് ഈ ദീപാരാധന ചെയ്തത്. പൂജാ സമയത്ത് നമ്മൾ കൊടിവിളക്കില് നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിച്ചിട്ടാണ് ദീപാരാധന. പക്ഷെ ഇത് പ്രളയാഗ്നി കൊണ്ട്, ആ സമർത്ഥാഗ്നി അവനെ നീരാജനം ചെയ്യുന്നു. ഇവിടെ ശിവന്റെ ഐശ്വര്യത്തിന് ഒരു പുല്ല് വിലയും കൽപ്പിച്ചിട്ടില്ല. അതാണ് തൃണവത്കരിക്കുക എന്ന് പറയുന്നത്. സാധകന്റെ ഐശ്വര്യത്തിന്റെ വില സ്വർണ്ണവിലയാണ്. പരമശിവന്റെ ഐശ്വര്യത്തിന് പുല്ലുവില, സാധകന്റെ ഐശ്വര്യത്തിന് സ്വർണ്ണവില. ഇങ്ങനെയാണ് പറയുന്നത്. ഈ ഉപാസനയുടെ പേരാണ് അഹംഗ്രഹോപാസന എന്ന് ദത്താത്രേയ മഹർഷി പറയുന്നു. ലളിതാ സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകങ്ങളിൽ ഒന്നിൽ ഈ ആശയം ആവിഷ്കരിച്ചിട്ടുണ്ട്. കരുണാ തരംഗിതാക്ഷിയും ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഹി അഹമിത്യേവ വിഭാവയേ ഭവാനി. അഹംഗ്രഹോപാസന ഏറ്റവും ഉത്കൃഷ്ടമാണെന്ന് കാദിമതം എന്ന സമ്പ്രദായത്തിൽ പരാമർശിക്കുന്നുണ്ട്. നിൻ തിരുവടിയുടെ ദേഹത്തിൽ നിന്നുയരുന്ന തേജകിരണങ്ങളായ അണിമ തുടങ്ങിയ ആ കിരണങ്ങളാൽ ആവൃതമായ ദേവിയെ അഹം എന്ന് ഭാവിക്കുന്നവൻ നിൻ തിരുവടിക്ക് തുല്യമായി തീരുന്നു. ത്വത് ദേഹോദ്ധിത തേജോഭി കിരണാദിഭി അണിമാദിഭി ആവൃതാം ത്വാം അഹമിതി ഭാവയൻ ത്വത് സമോ ഭവേത്. ഈ വിഷയം തന്നെ വേറെ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരു ശ്ലോകമാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഈ വിഷയം തന്നെയാണ് അർജുനനോട് എല്ലാ സമയത്തും നീ എന്നെ സ്മരിക്കൂ, നീ ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധം ചെയ്യൂ, എന്നിൽ അർപ്പിക്കുന്ന മനോബുദ്ധിയോടുകൂടി ഇവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഇതിൽ സംശയിക്കേണ്ട അർജുന, അവൻ ഞാൻ തന്നെയാകുന്നു. ഗീതോപദേശ സമയത്ത് ഭഗവത്ഗീതയുടെ ശ്ലോകമാണ്. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യജ മയ്യർപ്പിത മനോബുദ്ധി മാമേവ യേഷ്യസി അസംശയ. എപ്പോഴും ഭഗവത് സ്മരണം. അർജുന, എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക, ഇത് ഞാൻ തന്നെ ആയിത്തീരുന്നു. വേറെ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നുണ്ട്, അന്ധകാലെ മാം അനുസ്മര. മരിക്കുന്ന സമയത്ത് എന്നെ ചിന്തിക്കുന്നവൻ അടുത്ത ജന്മത്തിൽ കൃഷ്ണനായി മാറുന്നു. മുക്ത്വാ കളയപരം. വേറെ ശ്ലോകത്തിൽ ഇത് ഈ വിഷയം കൃഷ്ണൻ പറയുന്നു. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹം കിട്ടുന്നു, മനസ്സിന് ശക്തി വർദ്ധിക്കുന്നു, പരകായ പ്രവേശം, അഗ്നിസ്തംഭനം എന്നിവയ്ക്കുള്ള ശക്തി കിട്ടും. വേറൊരു മനുഷ്യന്റെ അകത്ത് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ശ്ലോകം നിത്യവും പാരായണം ചെയ്യുന്നവന് മനസ്സിലാക്കാൻ സാധ്യമാകുന്നു. അഗ്നിസ്തംഭനം, അഗ്നിബാധയുണ്ടെങ്കിൽ പൈറഞ്ജനെ വിളിക്കേണ്ട. ഈ ശ്ലോകം ബൈഹാട്ട് ചെയ്തവർ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അഗ്നിബാധയെ നശിപ്പിക്കാൻ സാധ്യമാകുന്നു. അടുത്ത ശ്ലോകമാണ്. ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി സകലമപി സന്ധായ ഭുവനം സ്ഥിതസ്തത്തൽ സിദ്ധിപ്രവരപരതന്ത്രൈഹി പശുപതിഹി പുനസ്തുനിർബന്ധാത് അഖില പുരുഷാർത്ഥൈകഘടന സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലം അവാതീതരദിതം. ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി സകലമപി സന്ധായ ഭുവനം സ്ഥിതസ്തത്തൽ സിദ്ധി പ്രസവപരതന്ത്രൈഹി പശുപതിഹി പുനസ്തുനിർബന്ധാത് അഖില പുരുഷാർത്ഥൈകഘടന സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലം അവാതീതരത് ഇതം. സകലം അതിസന്ധായ സകലം അതിസന്ധായ സ്ഥിതഃ തത്തത് സിദ്ധി
സ്ഥിതസ്തത്തത് സിദ്ധി. പുനഃ ത്വന്നിർബന്ധാത് പുനസ്ത്വന്നിർബന്ധാത്. നിർബന്ധാത് അഖില നിർബന്ധാദഖില. ക്ഷിതിതലം അവാതീതരത് ക്ഷിതിതലമവാതീതരത്. അവാതീതരത് ഇതം അവാതീതരദിതം. തന്നെ നോക്കുക. ഈ ശ്ലോകത്തില് പരമശിവൻ നമ്മളെ വഞ്ചിച്ചു എന്നാണ് പരമശിവൻ പറയുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് പരമശിവൻ നമ്മളെ ഭക്തജനങ്ങളെ വഞ്ചിച്ചിരിക്കുക. പശുപതി തത്തൽ സിദ്ധി പ്രസവപരതന്ത്രൈ ചതുഷ്ഷ്ട്യാ തന്ത്രൈ സകലം ഭുവനം അതിസന്ധായ സ്ഥിതഃ. പുനഃ ത്വന്നിർബന്ധാത് അഖില പുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ ഇദം തന്ത്രം ക്ഷിതിതലം അവാതീതരത്. പശുപതി തത്തൽ സിദ്ധി പ്രസവപരതന്ത്രൈ. പശുപതി തത്തൽ സിദ്ധി പ്രസവപരതന്ത്രൈ ചതുഷ്ഷ്ട്യാ തന്ത്രൈ സകലം ഭുവനം. ചതുഷ്ഷ്ട്യാ തന്ത്രൈ സകലം ഭുവനം അതിസന്ധായ സ്ഥിതഃ. അതിസന്ധായ സ്ഥിതഃ. പുനഃ ത്വന്നിർബന്ധാത് ത്വന്നിർബന്ധാത് അഖില പുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം. അഖില പുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം. അഖില പുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ ഇദം തന്ത്രം. ഘടനാ സ്വതന്ത്രം തേ ഇദം തന്ത്രം ക്ഷിതിതലം അവാതീതരത്. ക്ഷിതിതലം അവാതീതരത്. പശുപതി പരമശിവൻ, പശുക്കളുടെ പതി, എല്ലാ മൃഗങ്ങളുടെയും പതി പരമശിവൻ. തത്തൽ സിദ്ധി പ്രസവപരതന്ത്രൈഹി. സിദ്ധികളെ ജനിപ്പിക്കുന്നതിൽ മാത്രം കഴിവുള്ളവയായ സിദ്ധികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില തന്ത്രങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. അത് മോക്ഷോപയോഗിയല്ല. സിദ്ധികളെ ജനിപ്പിക്കുന്നതിൽ മാത്രം കഴിവുള്ള തത്തൽ സിദ്ധി പ്രസവപരതന്ത്രൈഹി ചതുഷ്ഷ്ട്യാ തന്ത്രൈഹി. അങ്ങനെ 64 തന്ത്രങ്ങളാണ് ഉള്ളത്. തന്ത്രൈഹി സകലം ഭുവനം അതിസന്ധായ. എല്ലാ ഭുവനങ്ങളെയും വഞ്ചിച്ചിട്ട്, എല്ലാ ഭുവനങ്ങളിലുള്ള ഉപാസകന്മാരെ ഭഗവാൻ വഞ്ചിച്ചിട്ട് സ്ഥിതി ചെയ്തു. ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. 64 തന്ത്രങ്ങൾ പരമശിവൻ രചിച്ചുകൊണ്ട്. അനവധി സിദ്ധികളാണ് അതിലുള്ളത്. ഇങ്ങനെ സ്വസ്ഥമായി വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്ഥിതഃ. പുനഃ ത്വന്നിർബന്ധാത്. പിന്നീട് നിൻ തിരുവടിയുടെ നിർബന്ധം കൊണ്ട് അഖില പുരുഷാർത്ഥ ഏകഘടനാ സ്വതന്ത്രം തേ ഇദം തന്ത്രം ക്ഷിതിതലം അവാതീതരത്. അഖില പുരുഷാർത്ഥ ഏകഘടനാ സ്വതന്ത്രം. തനിയെ തന്നെ സാമർഥ്യമുള്ളതായ അഖില പുരുഷാർത്ഥം, എല്ലാ പുരുഷാർത്ഥങ്ങളെയും ഘടിപ്പിക്കുന്നതിന്, പുരുഷാർത്ഥ ഏകഘടന ഘടിപ്പിക്കുന്നതിന് സ്വതന്ത്രം തേ ഇദം തന്ത്രം. അതിന് തനിയെ തന്നെ സാമർഥ്യമുള്ളതായ തേ നിന്റെ ദേവിയുടെ ഈ തന്ത്രത്തെ ക്ഷിതിതലം അവാതീതരത് ഭൂമിയിൽ അവതരിപ്പിച്ചു. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. 64 തന്ത്രങ്ങൾ പരമശിവൻ രചിച്ചു. പക്ഷെ അതിൽ മോക്ഷോപയോഗിയല്ല. പുരുഷാർത്ഥങ്ങൾ മുഴുവനും അതിൽ സാധിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ദേവി പരമശിവനോട് പറയുകയാണ്, ഈ ഉപയോഗിയായിരിക്കുന്ന എൻ്റെ തന്ത്രവും കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഗ്രഹിക്കുക. ഇതാണ്. അല്ലയോ ദേവി, പശുപതി അതത് സിദ്ധികളെ ജനിപ്പിക്കുന്നതിൽ മാത്രം കഴിവുള്ളവയായ 64 തന്ത്രങ്ങളെ കൊണ്ട് എല്ലാ ഭുവനങ്ങളെയും അതിസന്ധാനം ചെയ്തിട്ട്, വഞ്ചിച്ചിട്ട്, കബളിപ്പിച്ചിട്ട് സ്ഥിതി ചെയ്തു. പിന്നീട് നിൻ തിരുവടിയുടെ നിർബന്ധം കൊണ്ട് എല്ലാ പുരുഷാർത്ഥങ്ങളെയും ഘടിപ്പിക്കുന്നതിന് തനിയെ തന്നെ സാമർഥ്യമുള്ളതായ നിൻ തിരുവടിയുടെ ഈ തന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു. ആ നിൻ തിരുവടിയുടെ ഈ തന്ത്രം എന്ന് പറയുന്നത് ശ്രീവിദ്യാതന്ത്രം എന്ന് മനസ്സിലാക്കുക. 64 തന്ത്രങ്ങൾ ശിവൻ രചിച്ചതിന് ശേഷം ലോകത്തിൽ പ്രചരിപ്പിച്ചു. ഈ തന്ത്രങ്ങൾ പ്രപഞ്ചശക്തികളെ സ്വാധീനപ്പെടുത്തുവാനുള്ള സിദ്ധികൾ ഉപാസകൻ നൽകുന്നവയാണ്. പ്രപഞ്ചശക്തികളെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതാ ചൈതന്യങ്ങളെ
യന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, ഹോമദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ച് സ്വാധീനപ്പെടുത്തുവാനുള്ള വിദ്യകളാണ്. അത് യന്ത്രം, മന്ത്രം, ഇങ്ങനെയുള്ള ആ ഉപകരണങ്ങളിൽ കൂടി ഈ സിദ്ധികളെ നമുക്ക് കിട്ടുന്നു. ചില യന്ത്രങ്ങൾ വരച്ചുകൊണ്ട്, സൗന്ദര്യയിലെ എല്ലാ ശ്ലോകത്തിന്റെയും പുറകിൽ യന്ത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആ യന്ത്രങ്ങൾ വരച്ചിട്ട് ചില മന്ത്രജപങ്ങൾ ചെയ്ത് നിവേദ്യത്തോടു കൂടിയ പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഇതിന്റെ സിദ്ധി കിട്ടുന്നു. അങ്ങനെ പല യന്ത്രങ്ങളും മന്ത്രങ്ങളും ഉണ്ട്. ഇതെല്ലാം മോക്ഷോപയോഗിയല്ല. ഇവയുടെ പ്രതിപാദ്യം ഇതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ തന്ത്രങ്ങളിൽ സിദ്ധി നേടിയ സാധകൻ അത് ലോക ഉപകാരത്തിനായി ഉപയോഗിക്കണമെന്നില്ല. സിദ്ധികൾ കിട്ടിയ സമയത്ത് അത് ലോകത്തിന് ഉപകാരം ചെയ്യുന്ന തരത്തിൽ അവൻ ചിലപ്പോൾ അതിന് സമർത്ഥനാകുകയില്ല. അവ പ്രസിദ്ധിക്ക് വേണ്ടിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും ലോകദ്രോഹത്തിന് വേണ്ടിയും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ സിദ്ധി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ജീവിത ലക്ഷ്യം മറന്നുപോകാനും സാധ്യതയുണ്ട്. ജലത്തിന് മീതെ നടക്കുക, ആകാശത്ത് കൂടെ സഞ്ചരിക്കുക, ശരീരത്തെ കൃശമാക്കുക, സ്ഥൂലമാക്കുക, വലുതാക്കുക, ക്ഷുദ്രം, നിധി ഇവ കണ്ടുപിടിക്കുക, ഇവയെല്ലാം ഈ തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നു. മനുഷ്യ ശരീരത്തെ ചെറുതാക്കി യാത്ര ചെയ്യാൻ നമുക്ക് പറ്റും, ചെറുതാക്കി പറന്നു പോകാൻ യാത്ര ചെയ്യും. ശങ്കരാചാര്യസ്വാമികൾ അമ്മയുടെ മരണസമയത്ത് അമ്മ മകനെ മകനെ എന്ന് വിളിച്ച സമയത്ത് കേരളത്തിലായിരുന്നില്ല, കർണാടകത്തിലോ മറ്റോ ആയിരുന്നു. ആ അണിമ എന്ന സിദ്ധി ഉള്ള ശങ്കരാചാര്യര് ശരീരത്തെ ചെറുതാക്കിക്കൊണ്ട് പറന്ന അമ്മയുടെ മുമ്പിൽ ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ആ മകന് അമ്മയുടെ മുമ്പിൽ എത്തുവാൻ. ഇത് സിദ്ധിയാണ്. വെള്ളത്തിൽ കൂടി നടക്കാം. ചട്ടമ്പി സ്വാമികൾ ഒരിക്കല് ശിഷ്യന്മാരോടുകൂടി ആലുവ പുഴയിൽ കുളിക്കുന്ന സമയത്ത്, കുളി കഴിഞ്ഞതിന് ശേഷം ഒഴുക്കുള്ള വെള്ളത്തിൽ ചട്ടമ്പി സ്വാമികൾ മലർന്നു കിടക്കുക. ഒഴുക്ക് സ്വാമികളെ ബാധിക്കുന്നില്ല, താഴ്ന്നു പോകുന്നില്ല. മുകളിൽ നോക്കി സൂര്യനെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്, അനങ്ങുന്നില്ല ചട്ടമ്പി സ്വാമി. ഇത് കണ്ടൊരു ശിഷ്യൻ വേഗം തന്നെ സ്വാമികളുടെ അടുത്തേക്ക് നീന്തി വരികയാണ്. ഇത് സ്വാമി കണ്ടിട്ട് പറഞ്ഞു, കൈ പൊക്കി, ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ പണ്ട് ശീലിച്ച ഒരു സിദ്ധി ഒന്ന് പ്രായോഗികമാക്കി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് സാധ്യമല്ല, വേഗം തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് സ്വാമിജി ശിഷ്യനെ തിരികെ അയച്ചു എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിദ്ധികൾ പരമശിവൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 64 തന്ത്രങ്ങളിൽ കൂടി അത് നമുക്ക് സ്വായത്തമാക്കാൻ സാധ്യമാണ്. പക്ഷേ ലക്ഷ്യം അതിൽ കിട്ടുന്നില്ല. ഇതാണ് പറയുന്നത്. ജീവിത ലക്ഷ്യം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നിധി കണ്ടുപിടിക്കുക. എവിടെയാണ് നിധി ഉള്ളത്? ഇനി ചില ക്ഷുദ്രമാരങ്ങൾ യന്ത്ര തകിടിൽ എഴുതിയതിനു ശേഷം കുഴിച്ചിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാൻ സിദ്ധി ഈ തന്ത്രങ്ങൾക്കുണ്ട്. ഇതൊന്നും സ്വതന്ത്രങ്ങളല്ല. ഈ 64 തന്ത്രങ്ങളും സ്വതന്ത്രമല്ല, പാരതന്ത്ര്യം അവയ്ക്കുണ്ട്. എന്ന് പറഞ്ഞാൽ പരസ്പര അപേക്ഷ കൂടാതെ ഒരു തന്ത്രത്തിന് മറ്റൊരു തന്ത്രത്തിന്റെ സഹായം വേണ്ടി വരും. അവ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതം തന്ത്രം എന്ന് പറയട്ടെ, ദേവിയുടെ തന്ത്രം ശ്രീവിദ്യോപാസനയാണ് എന്ന് തൊട്ടടുത്ത് പറയാൻ പോകുന്നു. ആ ശ്ലോകത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതം തന്ത്രം എന്നത് വാമകേശ്വര തന്ത്രമാണെന്ന് ചിലർ പറയുന്നു, അത് ജ്ഞാനാർണവമാണെന്ന് ചിലർ പറയുന്നു, തന്ത്രരാജമാണെന്ന് ചിലർ പറയുന്നു. ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 64 തന്ത്രം എന്നത് 64 കലകളാണ് എന്ന് ചിലർ പറയുന്നു. ചിലർ വ്യാഖ്യാനിക്കുന്നു. ലക്ഷ്മീധര വ്യാഖ്യാതാവ് ഈ തന്ത്രം എന്നത് ശ്രീവിദ്യ തന്നെ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ അവ്യാജ കരുണാമൂർത്തി എന്നും സത്യസന്ധ സാഗരമേഖല എന്നും ദേവി വിശേഷിപ്പിച്ചിട്ടുണ്ട്. സകല ലോകത്തിനും അമ്മയായ പരാശക്തിക്ക് തന്റെ സന്താനങ്ങളുടെ നേർക്ക് അവ്യാജമായ സത്യസന്ധതയോടുകൂടിയ കാരുണ്യമാണുള്ളത്. തന്റെ ഭക്തരായ സാധകന്മാർ പുരുഷാർത്ഥങ്ങളിൽ അപ്രധാനങ്ങളായവ നേടിയാൽ പോരാ, ജീവിതത്തിൽ സുഖവും മോക്ഷവും അഥവാ മുക്തിയും അവർക്ക് ഉണ്ടാകണമെന്ന് കരുതിയിട്ട് 64 തന്ത്രങ്ങൾ രചിച്ചു കഴിഞ്ഞ് സ്വസ്ഥനായിരുന്ന പശുപതിയെ ലോകമാതാവ് നിർബന്ധിച്ചു. ആ നിർബന്ധത്തിന് വഴങ്ങി ലോകഗുരുവായ പശുപതി ഈ ശ്രീവിദ്യാ രഹസ്യം ഭൂമിയിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു. 64 തന്ത്രങ്ങളിലെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളുടെ പേരുകൾ മാത്രമാണ് ഇന്ന് വായിക്കുന്നത്. ശംബരതന്ത്രം, ജാലശംബരതന്ത്രം, ഭൈരവാഷ്ടകം, ബഹുരൂപാഷ്ടകം, ബ്രഹ്മയാമളം, വിഷ്ണുയാമളം, രുദ്രയാമളം എന്ന് തുടങ്ങി 8 യാമളങ്ങൾ, ചന്ദ്രജ്ഞാനം, മഹാസമ്മോഹനം, വാതുലം, വാതുലോത്തമം, പൂർവാമനായ തന്ത്രം, പശ്ചിമാമനായ തന്ത്രം, ഇങ്ങനെ പല പേരുകളിലാണ് ഈ തന്ത്രങ്ങൾ അറിയപ്പെടുന്നത്. ഇതിന്റെ ഫലശ്രുതി ആഗ്രഹങ്ങൾ സാധിക്കുന്നു, ഭരണാധികാരികളുടെ ആദരവുണ്ടാകുന്നു, ജനസമ്മിതി നേടുന്നു. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഒന്നായ ശ്രീവിദ്യ മന്ത്രങ്ങളുടെ വിശദീകരണം. ശിവശക്തികാമ ക്ഷിതിരഥ രവി ശീതകിരണ സ്മരോഹംസ ശക്രഃ തദനു ച പരാമാരഹരയ അമീ ഹൃല്ലേഖാപി
ശിവശക്തികാമ ക്ഷിതിരഥ രവി ശീതകിരണ സ്മരോ ഹംസ ശക്രസ്തനു ച പരാമാരഹരയ അമീ ഹൃല്ലേഖാഭിസ്തിസൃഭിര അവസാനേഷു ഘടിത ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാം. ക്ഷിതിഃ അഥ ക്ഷിതിരഥ, സ്മരഃ ഹംസഃ സ്മരോ ഹംസഃ, ശക്രഃ തദനു ശക്രസ്തദനു, ഹൃല്ലേഖാഭിഃ തിസൃഭിഃ ഹൃല്ലേഖാഭിസ്തിസൃഭിഃ തിസൃഭിഃ അവസാനേഷു തിസൃഭിരവസാനേഷു വർണ്ണാഹ തേ വർണ്ണാസ്തേ. ഇത് ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ഒരു അനാലിസിസ് ആണ്. മൈക്രോസ്കോപ്പിൽ കൂടി മന്ത്രം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണും, ഇതിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. അല്ലയോ ജനനി ശിവ, ഇവിടെ ശിവ എന്ന പദത്തിന്റെ അർത്ഥം പരമശിവനല്ല, ക എന്ന അക്ഷരം അതാണ് ശിവൻ. ശക്തി എ എന്ന അക്ഷരം, കാമഹ ഈ എന്ന അക്ഷരം, ക്ഷിതി ല എന്ന അക്ഷരം അല്ലെങ്കിൽ ല, രണ്ടും പറയാവുന്നതാണ്. അഥ പിന്നീട് അനന്തരം രവിഹി ഹ എന്ന അക്ഷരം, ശീതകരണ സ എന്നത്, സ്മരഹ ക എന്നത്, സ്മരൻ കാമദേവൻ അവിടെ ക എന്ന അക്ഷരം, ഹംസഹ ഹ എന്ന അക്ഷരം, ശക്രഹ ല എന്നത്, തദനുച അനന്തരം, പരാ സ എന്ന അക്ഷരം, മാരഹ ക എന്നത്, ഹരിഹി ല എന്നത്, അമി ഇവകൾ ഈ 12 അക്ഷരങ്ങൾ, ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന 12 അക്ഷരങ്ങളാണ് ഇവിടെ അമി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 12 അക്ഷരങ്ങൾ തിസൃഭിഹി ഹൃല്ലേഖാഭിഹി, തിസൃഭിഹി 3, ഹൃല്ലേഖ എന്ന് പറഞ്ഞാൽ ഹ്രീം എന്ന അക്ഷരം, ഹ്രീം എന്ന അക്ഷരങ്ങളോട് കൂടി അവസാനേഷു വിരാമാവസാനങ്ങളിൽ 3 ഖണ്ഡമായിട്ടാണ് ഇവിടെ ഈ അക്ഷരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഖണ്ഡത്തിന്റെയും അവസാനത്ത് ഹ്രീം എന്ന് ചേർത്തുകൊള്ളണം, എന്നാലാണ് ഈ മന്ത്രം രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. അവസാനേഷു ഘടിതാഹ ചേർക്കപ്പെട്ടവയായിട്ട്, തേ വർണ്ണാഹ ആ വർണ്ണങ്ങൾ, തവ നാമ നിന്റെ പേരിന്റെ അവയവതാം ഭവതി പേരിന്റെ അവയവമായി മാറുന്നു, ശരീരമായി മാറുന്നു. ദേവിയുടെ ശരീരമാണ് മന്ത്രശരീരം. ആ മന്ത്രത്തിന് 15 അക്ഷരങ്ങളുണ്ട്. ആ 15 അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന മന്ത്രമാണിത്. ഇത് ഇങ്ങനെ ഇവിടെ വിശദീകരിക്കാൻ പാടുള്ളതല്ല. ഗുരുമുഖത്ത് നിന്ന് തന്നെ ശിഷ്യന് കാതിൽ ഗുരു പറഞ്ഞു കൊടുക്കേണ്ട മന്ത്രങ്ങളാണ്. നമ്മുടെ സിലബസിൽ ഇത് ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇത് ഇവിടെ വിശദീകരിക്കുന്നത്. ഇങ്ങനെ വിശദീകരിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ ഇത് വളരെ വിഷമത്തോടുകൂടിയാണ് ഈ ക്ലാസ് ഇന്ന് ഇവിടെ എടുക്കുന്നത്. ഒരു കവി പണ്ട് പറഞ്ഞു, അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിക മാലിക മാലിക. രസികന്മാരല്ലാത്തവരുടെ മുമ്പിൽ കവിത വായിച്ചു രസിപ്പിക്കുക എന്ന തലയിലെടുത്ത് എന്റെ തലയിൽ എഴുതല്ലേ ദേവി ദേവി ദേവി. ബ്രഹ്മാവിനോടോ മറ്റോട് പ്രാർത്ഥിച്ചത്. മുമ്പിലിരിക്കുന്നവർ കവിതയ്ക്ക് താല്പര്യം ഇല്ലാത്തവർ, അവരെ ഇത് രസിപ്പിക്കുക എന്ന ആ കർത്തവ്യം എന്റെ തലയിൽ എഴുതല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇത് രഹസ്യമായിരിക്കുന്ന ഒരു വിഷയം പരസ്യമാക്കാൻ പാടില്ലാത്തത് പരസ്യമാക്കണം എന്നുള്ളൊരു വിധിയാണ് ഇവിടെ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് സിലബസിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇതിങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഇവിടെ രഹസ്യമായിരിക്കുന്ന മന്ത്രങ്ങളുടെ വേറൊരു പേരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങളൊന്നും നിങ്ങൾ ജപിക്കേണ്ട കാര്യമില്ല. ഈ ശ്ലോകം വായിക്കുന്ന സമയത്ത് ശിവശക്തി കാമ എന്നതിൽ ഈ അക്ഷരം അടങ്ങിയിരിക്കുകയാണ്. അത് സ്തോത്ര രൂപത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ രഹസ്യം അത് നിങ്ങൾക്ക് വായിക്കുന്നതായിട്ട് തന്നെ, ആ മന്ത്രം ചൊല്ലുന്നതായിട്ട് തന്നെ അനുഭവം. ഒന്നുകൂടി പറയാം. ശിവ എന്ന് പറയുന്നത് കകാരമാണ്, ശക്തി എ, കാമ ഇ, ക്ഷിതി ല, പിന്നീട് ഹ രവി ഹ, ശീതകരണൻ സ, അടുത്തത് ക, ഹ ല, അനന്തരം സ ക ല അമി അക്ഷരം എന്ന് പറഞ്ഞാൽ ഈ 12 അക്ഷരങ്ങൾക്ക് ശേഷം തിസൃഭിഹി ഹൃല്ലേഖാഭിഹി 3 ഹ്രീം എന്ന അക്ഷരങ്ങൾ അവസാനേഷു വിരാമാവസാനങ്ങളിൽ ചേർക്കപ്പെട്ടവയായി തേ വർണ്ണാഹ തവ നാമ അഭയവതാം ഭവതി. അങ്ങനെയാണെങ്കിൽ ത്രിപുരസുന്ദരി മന്ത്രത്തിന്റെ നാമമായി മാറുന്നു. അല്ലയോ അമ്മേ, ക എ ഇ ല എന്നീ അക്ഷരങ്ങളും തുടർന്ന് ഹ സ ഹ ല എന്നീ അക്ഷരങ്ങളും പിന്നീട് സ ക ല എന്നീ അക്ഷരങ്ങളും 3 ഖണ്ഡങ്ങളായി ഓരോ ഖണ്ഡത്തിനും ഒടുവിൽ ക്രീംകാരം ചേർന്ന 15 അക്ഷരങ്ങളുള്ള നിൻ തിരുവടിയുടെ മന്ത്രശരീരത്തിന്റെ അവയവങ്ങളായി മാറുന്നു. ക എ ഇ ല ഹ്രീം,
ഹസ കഹല ഹ്രീം സകല ഹ്രീം. ഇതാണ് പഞ്ചദശാക്ഷരി മന്ത്രം. മന്ത്രശാസ്ത്രപരമായ ആ പാരമ്പര്യം അനുസരിച്ച് ഗുരു ശിഷ്യന് കാതിൽ പറഞ്ഞു കൊടുക്കേണ്ടവയാണ് മന്ത്രങ്ങൾ. മന്ത്രോപദേശം ചെയ്യുന്നതിന് മുമ്പ് ഗുരു ശിഷ്യനെ നല്ലവണ്ണം നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്ത് മന്ത്രം സ്വീകരിക്കുവാനുള്ള യോഗ്യത നിർണയിക്കണം. ശിഷ്യന്റെ ജാതകം, കുലം, മാതാപിതാക്കൾ, സാഹചര്യം, ശരീരഘടന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ശിഷ്യന് യോജിച്ച മന്ത്രം ഏതാണെന്ന് തീരുമാനിക്കേണ്ടതും ഉപദേശിക്കേണ്ടതും അതിനുശേഷം മാത്രമാണ്. ഒരു ശിഷ്യൻ വരികയാണ്, എന്നെ ശിഷ്യനായിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞാൽ ഏത് മന്ത്രമാണ് ഇയാൾക്ക് കൊടുക്കേണ്ടത്, ഇവന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഏതെല്ലാം മന്ത്രങ്ങളാണ് ഇവൻ വാസിച്ചു വെച്ചിരിക്കുന്നത്, അതിന്റെ പിന്തുടർച്ചാ മന്ത്രങ്ങൾ ഏതെല്ലാമാണ്, ഇതെല്ലാം വിശദമായി കുറെ വർഷങ്ങളെടുത്ത് പരിശോധിച്ചതിന് ശേഷമേ ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് ആ സാധനാ സമ്പ്രദായം. ജിജ്ഞാസുവും യോഗ്യനുമായ ശിഷ്യൻ പാദസ്പർശം, പാദഗ്രഹണം തുടങ്ങിയ വിധിപ്രകാരമുള്ള ചടങ്ങുകളുടെ മന്ത്രസ്വീകാരത്തിന് തയ്യാറായി അപേക്ഷിക്കുമ്പോൾ മാത്രം ഗുരു ശിഷ്യന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് മാറോട് ചേർത്ത് അംഗകലാപം കൊണ്ട് സ്വാത്മീകരിക്കപ്പെടണം. അതിനുശേഷം കാതിൽ ഊതിക്കൊടുക്കുകയാണ് പതിവ്. പരസ്യമായി ഉച്ചരിക്കാറില്ല. ഏതെങ്കിലും മന്ത്രത്തെപ്പറ്റി പരസ്യമായി പറയേണ്ടി വരുമ്പോൾ മറ്റർത്ഥമുള്ള പ്രസിദ്ധങ്ങളായ പദങ്ങൾ ഉപയോഗിക്കണം. അതാണ് ശക്തി, കാമ എന്ന പദങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ പഞ്ചദശാക്ഷരി മന്ത്രമാണ് അവതരിപ്പിച്ചത്. ഈ മന്ത്രം 3 ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ ഖണ്ഡം വാഗ്ഭവകൂടം കൈയില ഹ്രീം, രണ്ടാമത്തേത് മധ്യകൂടം ഹസകഹല ഹ്രീം, മൂന്നാമത്തേത് ശക്തികൂടം സകല ഹ്രീം എന്ന് പറയുന്നു. ശ്രീമദ് വാഗ്ഭവകൂടൈക കണ്ഠാധ കടി പര്യന്ത ശക്തികൂടൈക താപന്ന ലളിതാസഹസ്രനാമം. ഇവയിൽ 15 അക്ഷരങ്ങളിൽ ആദ്യത്തെ 5 അക്ഷരങ്ങൾ കൈയില ഹ്രീം ആഗ്നേയഖണ്ഡമാണെന്നും രണ്ടാമത്തേത് 6 അക്ഷരം ഹസകഹല ഹ്രീം എന്നത് സൗരഖണ്ഡമാണെന്നും അവസാനത്തെ 4 അക്ഷരങ്ങൾ സൗമ്യഖണ്ഡമാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. ത്രിപുരസുന്ദരിയുടെ ഈ മന്ത്രശരീരം ഷഡാധാര മാർഗത്തിൽ വ്യാപരിക്കുന്ന കുണ്ടലിനി ശക്തിയുടെ മാർഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ 3 ഖണ്ഡങ്ങളും ക്രമമായി ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയെ കുറിക്കുന്നു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയെ കുറിക്കുന്നു. സത്വരജസ് തമോ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശിവശബ്ദം കൊണ്ട് കകാരം കുറിക്കുന്ന സമ്പ്രദായത്തിന് കാതിവിദ്യ, കകാരം കൊണ്ട് തുടങ്ങുന്ന ശ്രീവിദ്യാമന്ത്രം എന്നും ശിവശബ്ദം കൊണ്ട് ഹകാരം കുറിക്കുന്ന വിദ്യ അഥവാ സമ്പ്രദായത്തെ ഹാദിവിദ്യ എന്നും പറയും. ഹാദിവിദ്യയ്ക്ക് ലോപാമുദ്രാവിദ്യ എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. കാമദേവൻ, ദുർവാസാവ് മുതലായവർ ഖാദിവിദ്യാരൂപത്തിലാണ് ദേവിയെ സാക്ഷാത്കരിച്ചത്. അഗസ്ത്യപത്നിയായ ലോപാമുദ്ര ഖാദിവിദ്യാരൂപത്തിലും, ഖാദിവിദ്യ പ്രാധാന്യം കൊടുക്കുന്നതും ഖാദിവിദ്യ ശിവന് പ്രാധാന്യം കൊടുക്കുന്നതും ഖാദിവിദ്യ ശക്തി സ്വരൂപിണിയായ ദേവിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുമാകും എന്നും ചില ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ വിഷയത്തിൽ സമ്പ്രദായ ഭേദങ്ങളുണ്ട്. തൽക്കാലം ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതെല്ലാം ഗുരുപദേശപ്രകാരമാണ് നടത്തേണ്ടത്. 3 കൂടങ്ങളുടെയും ഒടുവിൽ ചേർക്കുന്ന ഹൃല്ലേഖ എന്ന ഹ്രീങ്കാരത്തെ ഭുവനേശ്വരി ബീജം എന്ന പേരിൽ അറിയപ്പെടുന്നു. മധ്യകൂടത്തിന്റെ മറ്റൊരു പേരാണ് കാമരാജകൂടം എന്നത്. സാധകന് വാഗ്ഭവകൂടം ദാനം ചെയ്യുന്നത് ജ്ഞാനവും വിവേകവും, മധ്യകൂടമാകട്ടെ സർവാർത്ഥ സിദ്ധി ദാനം ചെയ്യുന്നു. ശക്തികൂടം പുരുഷാർത്ഥ സിദ്ധി ദാനം ചെയ്യുന്നു. ഈ മന്ത്രം കളയവരെയായ ദേവിയെ ഉപാസകന് സാക്ഷാത്കരിക്കാൻ പറ്റുന്നു. ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ കൂടെ രഹസ്യമായ ഒരു ബീജാക്ഷരവും കൂടി ചേർന്നാൽ ഷോഡശാക്ഷരി മന്ത്രമായി മാറുന്നു. അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. രാജ്യം ദദ്യാത് ധനം ദദ്യാത് നദേയ ഷോഡശാക്ഷരി. നിങ്ങൾക്ക് രാജ്യം മുഴുവനും ദാനം ചെയ്യാൻ പറ്റും, ധനം മുഴുവനും ദാനം ചെയ്യാൻ പറ്റും, ഷോഡശാക്ഷരി വിദ്യ ദാനം ചെയ്യാൻ പാടില്ല. അത്ര രഹസ്യവും മഹത്വപൂർണമായിരിക്കുന്ന മന്ത്രമാണ് ഷോഡശാക്ഷരി. ഷോഡശാക്ഷരി തന്നെ മഹാഷോഡശി എന്നും ഷോഡശി എന്നും 2 തരത്തിലാണ് പറയപ്പെടുന്നത്. ഭഗവത്ഗീതയിൽ സീതന്തി മമ ഗാത്രാണി മുഖഞ്ച പരിശുഷ്യതി വേവദുശ്യ ശരീരമേ രോമഹർഷായതേ. എന്റെ ശരീരം വിറയ്ക്കുന്ന കൃഷ്ണ, എന്നെ ഇപ്പോൾ ശിഷ്യനായിട്ട് കണക്കാക്കണം. ശിഷ്യസ്തേ ശാധിമാം ത്വാം പ്രപന്നം. ഇതിനു ശേഷം മാത്രമാണ് ആ ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഇതിനു മുമ്പ് ഹേ യാദവ, ഹേ കൃഷ്ണ, ഹേ സഖേ ഇങ്ങനെയുള്ള സംബോധനകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ശിഷ്യനായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങേ ഗുരുവായിട്ട് കണക്കാക്കി കഴിഞ്ഞു. അതിനുശേഷം മാത്രമാണ് ഭഗവാൻ ഇത് പറഞ്ഞു കൊടുത്തത്. അതുപോലെ ശിഷ്യൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഗുരു മന്ത്രം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഗുരുവിന്റെ ഇഷ്ടപ്രകാരം ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത്രേ ഗൗരവമായ രഹസ്യമായിരിക്കുന്ന ഒരു ശ്ലോകമാണിത്. 5-6 ശ്ലോകങ്ങൾ പ്രധാനപ്പെട്ടതിൽ ഇത് ഒരു ശ്ലോകം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് സർവ്വവിദ്യകളും, എല്ലാ വിദ്യകളും, പ്രത്യേകിച്ച് രസവാദം എന്നൊരു ക്രിയ, ഒരു രഹസ്യക്രിയയാണ്. അത് തൊഴിലില് അഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്നു. രസവാദം എന്ന് പറയുന്ന വിദ്യയെ ഈ ശ്ലോകം പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഈ വിദ്യ എന്താണ് എന്ന് ഞാനും മനസ്സിലാക്കി.
പേര് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇതെന്താണെന്നുള്ളത് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? മന്ത്രത്തിന്റെ പുറകെ പോകേണ്ട. ഈ ശ്ലോകം മന്ത്രഘടിതമായതുകൊണ്ട് ഇത് പാരായണം ചെയ്താൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ സഹസ്രാരകമലേ സതതം വിഹരരഹസി ധന്യേ ശിവാകാരനിജമഞ്ച വിലസിതേ ചിദാനന്ദമുദിതേ ശരണ്യേ ചിദാനന്ദമുദിതേ ഭവാനി മയി ദാസേ ദൃഷ്ടിം വിതരത്തെ സകരുണാം നിജസായുജ്യപദൈകവിതരണാം നിഖിലദുഃഖതരണാം ഐഹിക നിഖിലദുഃഖതരണാം ഭവതു മേ വിലസിതം സപര്യാവിരചനം തവ ശിവേ സമകരനിപാതഹിമകരസമാനദൃശാ സ്നപയ കൃപയാ മാമപി ദൃശാ സ്നപയ കൃപയാ അനേന ധന്യമിമം മന്യേ ധരണിധര സുകന്യേ തവ സ്തന്യമധുരാസ്വാദനസുഖ നിരസ്താന്യവിഷയം കുരു മാം നിരസ്താന്യവിഷയം ത്വദീയമപി വചനം ഗദതോ മദീയമിവ വചനം സ്വകീയസലിലൈഃ സാഗരതർപ്പണസമം ജനനി വിദിതം സകലം സമം ജനനി വിദിതം ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ.